ഹായ് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും എല്ലാ പ്ലാനും എടുത്തിട്ട് രാധിക കൈ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവരുടെ പ്ലാനിങ് ഒക്കെ ഫ്ലോപ്പായി. രാധികയും വരുണും കൂടി കാറിൽ തിരിച്ചു പോകാൻ നേരത്ത് രാധിക ദേവനാരായണനെ വിളിക്കുന്നുണ്ട്. ആ വിളിച്ചിട്ട് ഇവർ ചെയ്ത പണികളൊക്കെ പറയാണ്, ഇവരെങ്ങനെ മിസ്സായതെന്നും ഇതെല്ലാം അവരുടെ പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ ദേവനാരായണനോട് ഇങ്ങനെ രാധിക പറയാണ്. അതിൻ്റെ ഇടയിൽ രാധിക പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരിക്കലും മുത്തശ്ശിയുടെയും പ്രിയങ്കയോട് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അവർ ഒരുപാട് വർണ്ണിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. വർണ്ണിൻ്റെ ഫാമിലിനെയും ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ വരുണ് എൻ്റേതാണ്. അതുകൊണ്ട് വരുൺ എന്നെ സംരക്ഷിക്കുന്നത് പോലെ ഒരു ഉത്തരവാദിത്വം എനിക്കും ഉണ്ട്, വരുണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ ഇനി കണിമംഗലത്തേക്ക് എങ്ങാനും കാലെടുത്ത് വെച്ചാൽ അവർ ആട്ടി ഓടിക്കുന്നതിന് മുന്നേ ആദ്യം ആട്ടി ഓടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവനാരായണനോട് ഇങ്ങനെ അവൾ പറയാണ്. അവരെങ്ങാനും ഇനി വഴി തെറ്റിയിട്ട് ആറ്റുവാശ്ശേരിക്ക് എത്തുകയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും കണിമംഗലത്തേക്ക് അവരെ പറഞ്ഞ് അയക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട്, ഞങ്ങളും ഇപ്പോൾ അതേക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അമ്മയുടെ സ്വഭാവം അങ്ങനായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം നാട്ടുകാരോട് അങ്ങനെ തല്ലിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ അതൊക്കെ ക്ഷമിക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുകയാണ്. അച്ഛാ, എനിക്കുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ. വരുൺ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ അവർക്കും വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട്, മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. കാരണം ഞങ്ങൾ അവരെ തിരഞ്ഞ് അന്വേഷിച്ച് ഇറങ്ങാൻ പോവാണ്. അവരെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വാതിലടച്ച് അവരെ പൂട്ടിയിട്ടാലും വേണ്ടിയില്ല, നിനക്ക് ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാവില്ല. മോൾ ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവനാരായണന് രാധികക്ക് ഉറപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. വരുണാണെങ്കിൽ രാധികയുടെ ദേഷ്യം സങ്കടമൊക്കെ കലർന്ന സംസാരമൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടോ താൻ ഇങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞ അച്ഛനും ഇങ്ങനെ വിഷമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, വിഷമാവട്ടെ. കാരണം അച്ഛനും അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ കാരണമാണ്, ആറ്റുവാശ്ശേരിക്കാർ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കണിമംഗലത്തുകാർ തല താഴ്ത്തി നിൽക്കുന്നത്. അതെന്തായാലും ഇനി സഹിക്കാൻ പറ്റത്തില്ല. ഇനി അവരെങ്ങാനും കണിമംഗലത്തേക്ക് ഇങ്ങനെ കയറി വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധിക. എൻ്റെ കയ്യെ കിട്ടുന്നത് എന്താ ആ സാധനം വെച്ച് ഞാൻ അവരെ അടിച്ചു ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, നീ ഒന്ന് റിലാക്സ് ആവുക, നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് സങ്കടം വരും. കാരണം ഞാൻ വരുണിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വരുണിന് വേണ്ടി ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന്? നീ എൻ്റെ അച്ഛനമ്മനെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? നീ മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് ഇങ്ങനെ ജീവിക്കുന്നില്ലേ? അത് തന്നെ പോരെ എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എൻ്റെ ഒരു പെർഫെക്റ്റ് ഭാര്യയാണ്. കാരണം നീ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് മതിയില്ലേ എനിക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ വരുൺ ഇങ്ങനെ അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ രാധിക ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ്. കാരണം അവളെ ഫാമിലി കാരനാണല്ലോ വരുണിൻ്റെ ഫാമിലി ഇങ്ങനെ നാണം കെടുന്നതെന്നാണ് അവളെ മെയിൻ പ്രശ്നം. വരുൺ പറയുന്നുണ്ട്, നീ ഈ കരച്ചിലും ടെൻഷനൊക്കെ നിർത്ത്, വാ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്തായാലും സുകുമാരി മുത്തശ്ശിയിലെ ഈ പുഴക്കഥകളൊക്കെ നമുക്ക് അവിടെ പറയാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് എനർജിയൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, എന്നാൽ ഈ വയസ്സാം കാലത്ത് ഈ മുത്തശ്ശിക്ക് എന്തിൻ്റെ കേടാണാവോ എന്നൊക്കെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, എന്നാലും ഞാൻ അവരെ സമ്മതിച്ചു കൊടുത്തു. അത്രയും ആ തലേന്ന് അത്രയും ബുദ്ധി വരണ്ടേ? ഇത്രയും ഒരു ബുദ്ധികളൊക്കെ ആ തലേന്ന് ഉണ്ടാകുന്നതല്ലേ? ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവർ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് അവർ പോവുകയാണ്. പിന്നെ ദേവനാരായണനും യശോദയും കൂടി അവരെ അന്വേഷിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വാതിലൊക്കെ പൂട്ടിയിട്ട് അവരെ പുറത്തിറങ്ങുന്ന സമയത്തുണ്ടാകും സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ദേവനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. അപ്പം യശോദ പറയുന്നുണ്ട്, നാണാവുന്നതല്ല നമുക്ക് ഒരു തലക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ, എന്നിട്ട് പോരാത്തതിന് ലാസ്റ്റ് ഒരു ആത്മഹത്യ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, നാണം തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് യശോദയെ നന്നായിട്ട് മുത്തശ്ശീനെ അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്.
സുകുമാരി മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ദേവനാരായണൻ പറയണ്ടേ, ഇനി എൻ്റെ രാധിക മോൾ അവിടെ കണിമംഗലത്തെ സുഖമായിട്ട് ജീവിക്കാണ്. അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എങ്ങനെ ഇനി എന്തെങ്കിലും പ്ലാനായിട്ട് ശ്രമിച്ച് ഇവിടെ ജീവിക്കാന്നാണെങ്കിൽ നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അവരൊന്നും മെയിൻറ്റ് ചെയ്യാതെ തന്നെ പ്രിയങ്കയുടെ കയ്യും പിടിച്ച നീ വാടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ നേരെ ദേവനാരായണനെ മുത്തശ്ശിയുടെ കൈ കണ്ട് പിടിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവിടെ നിർത്തി കാര്യങ്ങളൊക്കെ പറയാണ്. അമ്മേ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് എനിക്ക് ഉത്തരം കിട്ടണം, അല്ലാതെ ഇനി അമ്മയും മകനാണ് എന്നുള്ള ബന്ധം വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ഒഴിഞ്ഞു മാറാൻ ഇനി പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ യശോദയും പറയുന്നുണ്ട്, എന്തൊക്കെ ക്രൂരതകളാണ് അമ്മ കാണിച്ചു കൂട്ടുന്നത്. ഇതിങ്ങനെയൊക്കെ ചെയ്യാനൊരു നാണവും തോന്നാതെ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകാനാണ് അമ്മയുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ അവർ മുത്തശ്ശനോട് ചോദിക്കുന്നു. യശോദ പറയുന്നുണ്ട്, ഇവൾക്കോ തലക്ക് സുഖമില്ല, ഇവൾക്ക് എന്ത് ആര് എന്നുള്ളൊരു ബോധമൊന്നുമില്ല. കണിമംഗലത്തുകാർക്കും ആർക്കും ഇവളെ വേണ്ടാനും വരുണിനും ഇവളെ വേണ്ട. പിന്നെ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് ചോദിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഇതൊക്കെ ചെയ്യുന്നത് ആ രാധികയ്ക്ക് വേണ്ടിയിട്ടല്ല, രാധിക സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മോള് സന്തോഷത്തിൽ ജീവിക്കാനാണ്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ സുകുമാരി അവരോട് തിരിച്ചു പറയണേ. നിങ്ങൾക്കെന്താ കൈ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നാലും ഞാൻ എൻ്റെ പ്രവർത്തികൾ നിർത്തൂല എന്നൊക്കെ സുകുമാരി മുത്തശ്ശി പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ദേവനാരായണൻ ചോദിക്കുന്നുണ്ട്, ഈ ഭ്രാന്തൊക്കെ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ചാകുമ്പോഴാണ് ഞാൻ നിർത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവനാരായണനോട് തിരിച്ച് സുകുമാരിയമ്മ പറയാണ്. വേണമെങ്കിൽ നീ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ എന്നൊക്കെ ഇങ്ങനെ ദേവനാരായണനോട് പറയുമ്പോൾ പിറകിൽ നിന്ന് പ്രിയങ്ക ഇങ്ങനെ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് തോണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ ദേവനാരായണൻ ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവനാരായണൻ തിരിച്ച് പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കനായിട്ട് ഷൗട്ട് ചെയ്യാണ്. അപ്പം സുകുമാരിയമ്മ അറിയണ്ടേ, ഇവിടെ എനിക്ക് കുറച്ച് അധികാരങ്ങളുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് ആ അധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കേനെ കൈ പിടിച്ചിട്ട് വാടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. ദേവനാരായണനാണെങ്കിൽ ഈ മുത്തശ്ശിയുടെ സ്വഭാവം മാറാഞ്ഞിട്ട് ഒരുപാട് ടെൻഷനായി അവിടെ തന്നെ നിൽക്കണ്. പിന്നെ ദേവനാരായണൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നേരെ ബെഡ്റൂമൊക്കെ പോകുന്നു. അപ്പോൾ ദേവൻ നേരെ അവരെ പിറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. ഇവർ റൂമിൽ കയറി വാതിലടക്കുമ്പോൾ ദേവനാരായണൻ പുറത്തുനിന്ന് കീ എടുത്തെടുത്ത് ഡോറ് കുറ്റിയിട്ട് കണ്ട് അവർ പോവുകയാണ്. പക്ഷേ ഇതൊന്നും ആ രണ്ടുപേരും റൂമിനകത്തിരുന്നിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർ അവിടെ ചെന്നിട്ട് നേരെ ബെഡിലൊക്കെ ഇരുന്നിട്ട് നമ്മളങ്ങനെ ഈ വീട്ടിൽ നുഴഞ്ഞ് കയറി എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, മുത്തശ്ശി ഉള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യമാണ്, കാരണം മുത്തശ്ശി എവിടെ വേണമെങ്കിലും ഒന്ന് നുഴഞ്ഞ് കയറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയണം. സംഭവത്തിൽ ഇവർ പുറത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ല. ദേവനാരായണൻ നേരെ യശോദനോട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഇനി അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും ഭക്ഷണം വെള്ളമൊക്കെ വേണമെങ്കിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്താൽ മതി, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്ത് ബഹളം ഉണ്ടെങ്കിലും വാതിൽ തുറക്കരുത് എന്നൊക്കെ യശോദനോട് പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അമ്മ ഇനി വല്ല പോലീസിനെ എങ്ങനെ വിളിച്ചാലോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതിന് പോലീസിനെ വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ, കാരണം നാണം കേട്ടാൽ ഇനി നമുക്ക് ബാക്കിയില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി നമുക്ക് നമ്മളെ ജീവനാണ് വേണ്ടെങ്കിൽ അതും എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. യശോദയാണെങ്കിൽ ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ആകെ ടെൻഷനായി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ സിയയും ഗൗതമനെയും കാണിക്കുന്നുണ്ട്, അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് പൂളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം അടിക്കുകയാണ്. അപ്പോൾ ഈ സിയ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എല്ലാം ഫ്ലോപ്പായി, ഇനി ആ തള്ളയുടെ മോളെ കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് സ്കോർ ചെയ്തത് ആ രാധികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സിഐ പറയുന്നുണ്ട്, നമുക്കിനി ആ തള്ളയുടെ കാര്യത്തിൽ ഒന്നിനും പോകണ്ട, കാരണം എനിക്ക് ആ തള്ളയുടെ സംസാരം ഒട്ടും പിടിച്ചിട്ടില്ല, കാരണം സുകുമാരി മുത്തശ്ശി നന്നായിട്ട് ഈ സിഐക്കിട്ട് ഇങ്ങനെ ഇടയ്ക്ക് താങ്ങുന്നതായതുകൊണ്ട് അയാൾക്ക് ആ സംസാരമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സിഐ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ അവളുടെ കരണക്കുറ്റി കിട്ടുമെന്ന് കൊടുക്കാനൊക്കെ തോന്നിയിരുന്നു, പിന്നെ അവരാ സംസാരം തന്നെ നിലപ്പിക്കാനൊക്കെ എനിക്ക് അറിയാൻ മേലായിട്ടല്ല, പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ അങ്ങനെ ഈ സിഐ സുകുമാരി മുത്തശ്ശിനോടുള്ള ദേഷ്യം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തള്ളക്ക് ആരോടാ എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല, എൻ്റെ കൈ ഇങ്ങനെ തരിച്ച് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, സാർ ആ കാര്യം ഒന്ന് വിട്ടേക്ക്, കാരണം അവർക്ക് ആരോടാ എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല, അവർക്ക് ഇങ്ങനെ ഓരോന്ന് വായിക്കൂടെ ഇങ്ങനെ വരും, പക്ഷേ നമ്മളെ ലക്ഷ്യം അവരല്ലല്ലോ, ആ പ്രിയങ്ക അല്ലേ, പ്രിയങ്കനെ എങ്ങനെയെങ്കിലും കണിമംഗലത്തെ തിരിച്ചെത്തിച്ചാലേ
വരുണിനും രാധികയ്ക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതിരിക്കാൻ കഴിയുള്ളൂ. അതാണ് നമ്മളെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ SCIനോട് ഇവൻ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ഉള്ളിലേക്ക് തന്നെ, കണിമംഗലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റണം. അതൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരുപാട് അവർക്ക് വേണ്ടി നാണം കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ CIനോട് ഗൗതം പറയാണ്. ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ബെഞ്ചമിനെ വെച്ചിട്ടും മറ്റേ ഭാഗത്തു കൂടെ പ്രിയങ്കനെ വെച്ചിട്ട് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ ഈ CI പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിയിൽ കയറുകയല്ലേ, അപ്പോൾ യൂണിഫോമിൻ്റെ ബലത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ഓരോന്ന് കൂടായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അല്ല നാളെ ഡ്യൂട്ടിയിൽ കയറുന്ന അന്നേ ദിവസം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചാൽ അതെന്തെങ്കിലും ബാധിക്കൂലേ, സൈഡ് എഫക്റ്റ് ആയിട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI പറയുന്നുണ്ട്, ഞാൻ നാളെ തെറ്റ് ചെയ്താലും മറ്റന്നാൾ തെറ്റ് ചെയ്താലും നമുക്ക് തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറ്റബോധത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ട് താൻ ആദ്യം നിൻ്റെ പ്ലാന് നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് ബെഞ്ചമിൻ ഇങ്ങനെ ഒതുങ്ങി വന്ന് മറുഭാഗത്ത് സാറിൻ്റെ ജോലിയും എല്ലാം ഇങ്ങനെ ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ റെഡിയായി വരികയാണ്. ഇനി റെഡി ആവാനുള്ളത് അച്ഛൻ്റെ ആ ജയിൽ മോചനം കൂടിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം എനിക്കൊരു കളി കളിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ CI സാറ് ആ കണിമംഗലത്തിൻ്റെ സ്വത്തിൻ്റെ കണക്കുകളൊക്കെ ഒന്ന് എഴുതി വെച്ചോ, ഒരുവിധം സാറിന് ഞങ്ങൾ തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI പറയുന്നുണ്ട്, നമ്മൾ കാര്യങ്ങളൊക്കെ നടന്ന് കഴിയുമ്പോൾ എനിക്കിട്ടെങ്ങാനും താങ്ങിയാൽ പിന്നെ അറിയാലോ എന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, കക്ക നമ്മൾ ഒരുമിച്ചാണെങ്കിൽ ആ വീതിക്കാനും നമ്മൾ ഒരുമിച്ച് ചെയ്കാരം, അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും സാറ് ഒരു പേടിയും പേടിക്കണ്ട, അവരെ സ്വത്തുനിന്ന് ഒരു വിഹിതം നിങ്ങൾക്ക് എന്തായാലും തരും എന്നൊക്കെ ഗൗതം ഈ CIക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ സാറിനെ എങ്ങാനും പിണക്കി കഴിഞ്ഞാൽ സാറ് ഞങ്ങൾക്കിട്ട് നന്നായിട്ട് തിരിച്ചു തരും എന്നുള്ള പണി തിരിച്ചു തരും എന്ന് നന്നായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരമൊന്നും ഞാൻ ചെയ്യില്ല സാറേ. പിന്നെ സാറ് എന്തായാലും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലും നല്ലത് ഞങ്ങളൊന്നും ചെയ്യാതിരിക്കല്ലേ, അതുകൊണ്ട് സാർ ഒരു കാര്യത്തിലും പേടിക്കണ്ട, സാറിനെ ഞങ്ങൾ പറ്റിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയാണ്. അപ്പം ആ CI ഇങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പം നിനക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാധികം വരുണും കൂടി കണിമംഗലത്ത് എത്തിയിട്ട് കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയണം. അപ്പം പരമേശ്വരൻ ഇങ്ങനെ പറയുന്നുണ്ട്, സുകുമാരിയമ്മ നമ്മളെ നാണം കെടുത്തേണ്ടടുത്തൊക്കെ നാണം കെടുത്തിന്, വരുണിനെ ഒരുപാട് ഉപദ്രവിച്ചിന്, ഇപ്പോൾ അവസാനം നാട്ടുകാരെ കൊണ്ട് തല്ലിക്ക വരെ ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഇനി സുകുമാരിയമ്മ ഒരിക്കലും ഇനി വരുണിനെ മാത്രം ഉപദ്രവിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഇനി ആരെ മേലാണ് അറ്റാക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സൂര്യ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതിനെല്ലാം പിറകിൽ ആ ഗൗതമാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ചെറിയച്ഛൻ്റെ കൂടെ കുറച്ച് കാലം ഗൗതമും ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ശത്രുക്കളൊക്കെ ജയിലിൽ കിടത്താനാണെങ്കിൽ ഈ നാട്ടിൽ ജയിൽ മാത്രമാണല്ലോ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയാണ്. അത് നടക്കത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പം പത്മിനി ഇങ്ങനെ പറയുന്നുണ്ട്, ആ സുകുമാരിയമ്മ എന്ന് പറഞ്ഞ ഒരു വിഷജന്തുവാണ്, കാരണം അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കുന്നത്. ഇവരിനി എങ്ങാനും ആ പ്രിയങ്കമോളെ എങ്ങാനും കഴുത്ത് നെരിച്ച് കൊന്നിട്ട് ആ കാരണം നമ്മുടെ തലയ്ക്കിടുമോ, ആ കുറ്റം കൂടി നമ്മുടെ തലയ്ക്കിടുമോ എന്നൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പേടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ജയഭാരതി മുത്തശ്ശിയും പറയുന്നുണ്ട്, സുകുമാരിയുടെ കാര്യം ആയതുകൊണ്ട് അത് ചെയ്യാൻ അത് മടിക്കത്തില്ല, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവരങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണും പറയുന്നുണ്ട്, അത്രയും ആളുകളുടെ ഇടയിൽ എനിക്ക് വേണ്ടി സംസാരിച്ചത് ഇതാ രാധികയാണ്, ആ രാധികനെ പോലെ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു വൈഫ് എനിക്കില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ പൊക്കിയടിക്കുകയാണ്. പരമേശ്വരന് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, സുകുമാരിയമ്മ ഒരിക്കലും പ്രിയങ്ക മോൾക്ക് പ്രഗ്നൻ്റ് അല്ല എന്നുള്ള വാദം പൊളിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു അപവാദം ഇനി നിലനിൽക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവളെയും കൊണ്ട് ഇനി നാട് വിടും എന്നുള്ള പ്രതീക്ഷയൊന്നും ആരും ഉണ്ടാക്കണ്ട, കാരണം അവരെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പോരാത്തതിന് അവർ ഇനി അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും പുതിയ പ്ലാനുമായിട്ട് അവർ ഇനിയും കണിമംഗലത്തേക്ക് തന്നെ കയറി വരാൻ നിൽക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ആണുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യനെയും വരുണിനെയും ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയണ്ടേ, നിങ്ങൾ രണ്ടാളും പുരുഷന്മാരാണ്, അവർ രണ്ടുപേരും സ്ത്രീകളുമാണ്, അപ്പോൾ ഒരിക്കലും ശാരീരികമായിട്ടുള്ള ഒരു അറ്റാക്ക് ഒരിക്കലും ചെയ്യരുത്, കാരണം അത് വെച്ചിട്ട് അവർക്ക് കേസ് കൊടുക്കാനൊക്കെ പോയി അതിലും വലിയൊരു ഇഷ്യൂ ആകും എന്നൊക്കെ പരമേശ്വരൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരിക്കലും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കരുത്, അവർ സ്ത്രീകളാണെന്നുള്ള നല്ല ബോധത്തിൽ തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ ഇങ്ങനെ പറയാണ്.
അവരെ മേലെങ്ങാനും കൈ വെച്ചാൽ പിന്നെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക ഇതൊക്കെ കേട്ട് ആകെ ടെൻഷനായിട്ട് നേരെ പരമേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ ഈ സംസാരമൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. കാരണം എൻ്റെ കുടുംബം കാരണമാണ് ഇവിടെ നാണം കിടുന്നത്, ഞങ്ങൾ കാരണമാണ് അച്ഛനും ഈ വീട്ടുകാരെല്ലാവരും ബുദ്ധിമുട്ടുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പോരാത്തതിന് അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നോടൊന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൈ കൂപ്പിയിട്ട് പരമേശ്വരനോട് ക്ഷമിക്കാനൊക്കെ കൈ കൂപ്പി ഇങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാണ് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ന്യായമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കാനൊക്കെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പത്മിനി അറിയുന്നുണ്ട്, മോളെ പറ്റി ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കാൻ? മോളെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ മോളും വരുണും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പരമേശ്വരന് രാധികനോട് പറയുന്നുണ്ട്, മോളെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ ഒരിക്കലും മോളുടെ കുടുംബം ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള ചിന്തയിലല്ല ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നന്നായിട്ട് നേരിടണം. പിന്നെ അച്ഛൻ എന്നതിനെക്കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല. നീ എൻ്റെ ഒരു പ്രിയപ്പെട്ട മോളാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് പരമേശ്വരനെ. പിന്നെ പുറത്തുനിന്ന് റൂം പൂട്ടിയിട്ടൊന്നും അറിയാതെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ആ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫോണിങ്ങനെ റിങ് ചെയ്യുമ്പോൾ പ്രിയങ്ക ഫോൺ എടുത്തിട്ട് നേരെ സുകുമാരിക്ക് നീട്ടുന്നുണ്ട്. അപ്പോൾ സുകുമാരി ഫോൺ എടുക്കുമ്പോൾ അത് ഗൗതമായിരിക്കുക. അപ്പോൾ ഗൗതം ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, ഞാനിപ്പോൾ ആറ്റുവാശ്ശേരിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ഒന്ന് ഞെട്ടാണ്. അപ്പോൾ നിങ്ങൾ ആറ്റുവാശ്ശേരിക്ക് വീട്ടിൽ കയറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എനിക്ക് എങ്ങനെ വേണമെങ്കിലും അകത്ത് കയറാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ സുകുമാരി മുത്തശ്ശി പറയാണ്. അവൻ ഗൗതം പറയുന്നുണ്ട്, അതൊക്കെ പെട്ടെ, നാളെ നമ്മുടെ ആ CI ചാർജ് എടുക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ എത്തണം എന്നൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് CI സാറിനെ എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അയാളെ കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല, അയാൾക്കൊരു ചുണയില്ലാത്ത ഒരാളാണ്, അയാൾക്ക് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ CIനെ വീണ്ടും ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതം പറയുന്നുണ്ട്, മുത്തശ്ശി അങ്ങനെയൊന്നും വിചാരിക്കല്ല, ഞങ്ങൾ നല്ലൊരു പ്ലാന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രിയങ്കനെ എങ്ങനെയെങ്കിലും കണിമംഗത്തിൻ്റെ അകത്ത് കയറ്റാനും വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരണം എന്നൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്നുണ്ടായ പോലെ എന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞങ്ങൾ വരാം എന്നൊക്കെ പറയാണ്. അപ്പം ഗൗതം പറയും, അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ നല്ലൊരു പ്ലാന് തയ്യാറാക്കി വെച്ച്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് കംപ്ലയിൻറ്റ് തരാൻ എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഓക്കെ പറയാണ്. സുകുമാരി മുത്തശ്ശിക്ക് പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ട കാര്യമൊന്നും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ നാളെ വരാം എന്നൊക്കെ പറഞ്ഞത്. നാളെ അവർക്ക് പുറത്ത് പോകണമെങ്കിൽ എന്തായാലും ഡോറ് തുറക്കേണ്ട ആവശ്യം വരുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞല്ലോ മോളെ എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ ഫോണാണെങ്കിൽ ആ വെള്ളത്തിൽ വീണ് പോയി, ഇനി എങ്ങനെ ഫോൺ ചാർജ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, പോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. അതല്ല, പിന്നെ ഗൗതം പറഞ്ഞ് രാവിലെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് ഈ സുകുമാരി മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയാണ്. ആ CIക്ക് അയാളെ ജോലി തിരിച്ച് കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മല മറിക്കാൻ പോകും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതിന് നമ്മൾ ഇനി പോകണോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, പോയാലേ പറ്റുമോ, നമുക്ക് അവിടെ നിന്ന് പോയി കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, മുത്തശ്ശി പുറത്ത് പോയിട്ട് ഫുഡ് എടുത്തിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, വിശക്കാൻ എനിക്കും വിശക്കുന്നുണ്ട്, എന്തായാലും മോളിവിടെ ഇരിക്കും, ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാണ്. ഡോറൊക്കെ ലോക്ക് തുറന്ന് പുറത്തേക്ക് വലിക്കാൻ നോക്കിയിട്ട് ഡോറ് തുറക്കുന്നില്ല. അപ്പം ഇങ്ങനെ മുത്തശ്ശിക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ്. സുകുമാരി മുത്തശ്ശീനെ ഈ പ്രിയങ്കേനെയും കൊണ്ട് അവിടെ വാതിലിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മുത്തശ്ശിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ആ വാതിൽ പിടിച്ചിങ്ങനെ വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പ്രിയങ്ക അങ്ങനെ ആകെ പേടിച്ചിങ്ങനെ കട്ടിൽ നിന്ന് എണീറ്റിട്ട് എന്താ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരെയും അവിടുന്ന് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക ആകെ പേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ലോക്കായി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം സുകുമാരി മുത്തശ്ശി ദേവാ യശോദ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറിന് അങ്ങനെ മുട്ടുന്നതൊക്കെ ഉണ്ട്. സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഇതിൻ്റെ അകത്ത് പൂട്ടിയിടാന്നാണ് വിചാരിച്ചത്, മര്യാദക്ക് വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ നന്നായിട്ട് മുട്ടുകയാണ്. പക്ഷേ യാതൊരു റിയാക്ഷനും അപ്പുറത്തുനിന്നില്ല, അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവർ ഡോറ് മുട്ടിയിട്ട്.
പിന്നെ സുകുമാരി മുത്തശ്ശി ഡോർ എങ്ങനെയായിട്ടും തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ ജനവാതിലിൻ്റെ അടുത്തേക്ക് പോവാണ്. ജനവാതിലിൻ്റെ അടുത്ത് എന്നിട്ട് ജനവാതിൽ മെല്ലെ അങ്ങനെ തുറക്കുമ്പോൾ അവിടെ ഉണ്ടാകും ദേവനാരായണനും യശോദയും കൂടി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഞങ്ങൾ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ആ അതെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, മര്യാദക്ക് വാതിൽ തുറക്കടാ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ ദേവനോട് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദേവൻ പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും വാതിലൊന്നും തുറക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി തിരിച്ചു ചോദിക്കട്ടെ, അതെന്താടാ ഞങ്ങൾ ഇതിനകത്ത് ഇരുന്ന് വിശന്ന് ചത്തോട്ടെ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അങ്ങനെ വിശന്ന് ചാകൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ ഈ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ വാങ്ങിയിട്ട് കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, മര്യാദക്ക് വാതിൽ തുറന്നു, അല്ലെങ്കിൽ ഞാനിവിടെ വിളിച്ച് നാട്ടുകാരെ മുഴുവൻ ഇവിടെ കൂട്ടും എന്നൊക്കെ ഇങ്ങനെ ദേവനാരായണനോട് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ യശോദ പറയുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അമ്മേ, കാരണം ഈ നാട്ടുകാർ ആരും അമ്മയുടെ നിലവിളി കേട്ടിട്ട് വരില്ല. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അമ്മയുടെ സ്വഭാവം നല്ല കാണാപ്പാടാണ്. അതുകൊണ്ട് അവരാരും അക്കാര്യത്തിൽ ഇങ്ങോട്ട് വരില്ല. അവർക്കെല്ലാം അറിയാം എല്ലാം അമ്മയുടെ ഓരോ പ്ലാനിങ് ആണെന്ന്. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് ഇങ്ങനെ യശോദ പറയാണ്. സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക അപ്പുറത്ത് ഇറന്ന് നന്നായിട്ട് പേടിക്കുന്നൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിയാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് സുകുമാരി മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒത്തു കളിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നാരായണൻ പറയുന്നുണ്ട്, അമ്മ ഇതുവരെ കളിച്ചില്ലേ, ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത്, ഇനി ഞങ്ങളൊന്ന് കളിക്കട്ടെ, അമ്മ ഇതൊക്കെ ഒന്ന് നോക്കി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഭാഗത്താണ് എന്തായാലും എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ മിക്കവാറും അവർക്ക് പുറത്ത് ചാടാനുള്ള യാതൊരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. അതുകൊണ്ട് മിക്കവാറും അവർ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനും അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ പ്ലാനിങ്ങും ഇതുപോലെ ഫ്ലോപ്പ് ആവാനും നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ തന്നെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കാണേണ്ടി വരും. ഓക്കെ ഗായ്സ്, ബൈ.